ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് ചപ്പാത്തി അല്ല കേട്ടോ, പകരം എന്താ പപ്പടമാണ്. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ പണ്ട് കാലത്ത് നമ്മൾ ചോറൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ അടുപ്പിൽ കണലുണ്ടാവില്ലേ, അതിൽ ചുട്ടെടുക്കും. പനിയൊക്കെ വരുമ്പോൾ ചുട്ടരച്ച ചമ്മന്തിയും അതുപോലെ തന്നെ ചുട്ട പപ്പടമൊക്കെ എടുത്തിട്ട് കഞ്ഞി കുടിക്കുക അല്ലേ. ഇന്നത്തെ കാലത്ത് അടുപ്പൊക്കെ കുറവാണ്, സ്റ്റൗവാണുള്ളത്. അത് വിചാരിച്ച് നമുക്ക് ചുട്ട പപ്പടം തിന്നണമെന്ന് ആശയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സൂത്രവിധിയാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കണ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയോ എന്തായാലും കുഴപ്പമില്ല. അത് നന്നായി ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ പപ്പടം ഇടാം. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വീർത്ത് വരും ചെയ്യും, നന്നായി ഇങ്ങനെ ചുട്ടിട്ട് ഉള്ള രീതിയിൽ വരും. കണ്ടോ, ഇനി ഞാൻ നടുക്കിൽ ഹോളിടാൻ മറന്നു പോയത് കൊണ്ടാണ് അതിങ്ങനെ നല്ല ബോള് പോലെ വീർത്ത് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഹോള് എന്താ പറയുക ഇങ്ങനെ നന്നായി വീർത്ത് വരണ്ടെന്നുണ്ടെങ്കിൽ ഹോള് ഇടാട്ടോ. ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വീർത്ത് വരില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആദ്യം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ചൂടാക്കിയിട്ട് പിന്നെ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കുക. അല്ലെങ്കിൽ ഒരു വശം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇത് കണ്ട, ഞാൻ ആദ്യം ചൂടാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ സിമ്മിലിട്ടിട്ട് പിന്നെ നമ്മൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ബോൾ പോലെ ഇങ്ങനെ വീർത്ത് വരും. ഇത് ഞാൻ ഹോൾ ഇട്ടിട്ടാണ് കേട്ടോ ചുട്ടത്. അപ്പോൾ നടുക്കിൽ ഹോൾ വന്നാൽ പിന്നെ ഇങ്ങനെ ബോൾ പോലെ വീർത്ത് വരില്ല. അപ്പോൾ ഇന്നത്തെ ഊണിന് ചുട്ട പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടാത്തവരും ചുട്ട പപ്പടം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഇതിങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.